ഇന്നലത്തെ വീഡിയോക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയോണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇതേപോലത്തെ ചെയ്യണത്. അപ്പോൾ ഇനി കാരിക്കേച്ചർ വീഡിയോസ് 2-3 വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അടിപൊളി തന്നെയാണ്, ഈസി ആയിട്ട് ചെയ്യണതാണ്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണാൻ മറക്കേണ്ട, നല്ലൊരു സപ്പോർട്ട് ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ തന്നെ ഇന്നത്തെ വീഡിയോ എന്തായാലും ചിലതായി ഈ കാണുന്ന ഫോട്ടോ നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയണത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ടൂൺ ആപ്പിൽ പോയതിൻ്റെ ശേഷം നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇന്നത്തെ പോലെ തന്നെ കാർട്ടൂൺ പിക്ചർ ആക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഓക്കെ കൊടുത്താൽ തന്നെ നമ്മളെ ഫോട്ടോ കാർട്ടൂൺ പിക്ചറായിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ തന്നെ നമ്മളെ കാർട്ടൂൺ പിക്ചറായിട്ട് കിട്ടുന്നത് എല്ലാവർക്കും അറിയണ തന്നെയാണ്. അപ്പോൾ ഇനി അടിപൊളി വീഡിയോസ് നമുക്ക് കാരിക്കേച്ചർ വീഡിയോസ് നമുക്ക് ഇനി അടിപൊളി വീഡിയോസ് ചെയ്യുന്നതന്നെയാണ്. അപ്പോൾ നമ്മളെ ഫോട്ടോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സേവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മളെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ബാഗിലുള്ള റേസർ അപ്പോഴാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നമ്മളെ ഫോട്ടോ, ഇപ്പോൾ നമ്മൾ ടൂൺ അപ്പ് ആക്കിയ കാർട്ടൂൺ പിക്ചർ ആക്കിയ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കളയണം. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ഭാഗങ്ങളൊക്കെ പോയിക്കോളും. ഇപ്പോൾ അവിടെ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ ഒക്കെ പോയിക്കോളും. അപ്പോൾ ഓക്കെ, ബാക്കി നമ്മളെ മാനുവലായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണാൻ അതേ കറക്റ്റ് ചെയ്താൽ അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടൊക്കെ ക്ലിയർ നോക്കി ചെയ്യണം, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഓക്കെ, നമ്മളെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളെ ഇതൊന്ന് സേവ് ചെയ്തെടുക്കുക. ഡൺ കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഏറ്റവും നല്ലത് മൂന്നിലിട്ടിട്ട് സേവ് ചെയ്യണമാണ്. അപ്പോൾ നമ്മളുടെ ഫോട്ടോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നെറ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ആഡുകളൊക്കെ വരുന്നതാണ് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളെ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പിക്സാർട്ടിൽ ചെറിയ ആഡ് വരുന്നതുകൊണ്ടാണ് നെറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നത്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഫോട്ടോ അടിയിൽ കൊടുക്കണില്ല. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ ഞാൻ ആ ഫോട്ടോ തരുന്നതാണ്. ഇപ്പോൾ നമ്മളെ ആ ഫോട്ടോ, ആഡ് ഫോട്ടോയിൽ പോയിട്ട് നമ്മളുടെ ഫേസ് കറക്റ്റ് ചെയ്തില്ല, ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ശേഷം നമ്മളെങ്ങനെയാണ് കൊടുക്കേണ്ടതൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ക്ലിയർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. കാരിക്കേച്ചർ വീഡിയോ പറഞ്ഞാൽ ഫോട്ടോ പറഞ്ഞാൽ ഒന്നൊരു ഒന്നൊരു വലുപ്പം ഉണ്ടാവും. നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമില്ല. നമ്മളെ ഏകദേശം ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി ഇത്രത്തോളം നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഇനി അടിപൊളി കിട്ടുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ വീഡിയോ ഇടുന്നതാണ്. ഇന്നും നാളെ ആയിട്ട് 2-3 വീഡിയോസ് അടുപ്പിച്ചിട്ടുണ്ട് തന്നെയാണ്. എന്നാൽ അടുത്ത വീഡിയോയിലേക്കും പീസ്.